കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുക എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് തൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് ഗുരുവായൂർ അമ്പലത്തിൽ നടത്തുക എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഓൺലൈനായിട്ടോ അമ്പലത്തിൽ നേരിട്ട് വന്നോ ചോറൂണ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള പ്രൊസീജിയേഴ്സാണ് നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് ഗുരുവായൂർ ദേവസ്വം .in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഹോം ടാബ് ഉണ്ട്. അവിടെ ദർശൻ, പൂജ, പ്രസാദം, അക്കോമഡേഷൻ തുടങ്ങിയ സബ് ടാബ്സും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ട്. എന്ത് ഡ്രസ് കോഡാണ്, ദ്വാദശി ദിവസത്തെ രാവിലെ 8 മണിക്ക് ശേഷം കല്യാണം ചോറൂണൊന്നും അനുവദിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ നമ്പറും OTPയും വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവീസസ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ആദ്യം തരുന്നത്. അതിനുശേഷം നമുക്ക് ദർശൻ, പൂജ, പ്രസാദം തുടങ്ങിയ സബ് ടാബ്സ് ഉണ്ടല്ലോ, അതിൽ അതർ സർവീസസിലാണ് മാരേജ്, അന്നപ്രാസം അല്ലെങ്കിൽ ചോറൂണ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൽ അന്നപ്രാസം അല്ലെങ്കിൽ ചോറൂണ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയിൽ നമുക്ക് ആദ്യം കുറേ ഇൻഫോർമേഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹിന്ദു ഡിവോട്ടീസിനെ മാത്രമേ ഇപ്പം അലോ ചെയ്യുള്ളൂ എന്നും, ദേവസ്വം ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത തുക അടച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോറൂണിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പൈസയൊന്നും വാങ്ങിക്കുന്നില്ല. ഈ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ പാരൻസിന് ഫ്രീ ദർശൻ അവൈലബിൾ ആണ്. അതായത് ചോറൂണ് കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും അമ്പലത്തിൽ കയറി തൊഴാവുന്നതാണ്. പിന്നെ പറയുന്നത് ഡിവോട്ടീസ് ഷുഡ് ബ്രിങ് ദ കോപ്പി ഓഫ് പ്രിൻറ്റഡ് റെസിപ്റ്റ് അലോങ് വിത്ത് ഒറിജിനൽ ID പ്രൂഫ്. അതായത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ID പ്രൂഫ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ID പ്രൂഫിൻ്റെ ഒറിജിനലും നമ്മുടെ റെസിപ്റ്റും കൊണ്ട് വേണം നമ്മൾ ചോറൂണിന് വേണ്ടിയിട്ട് പ്രസൻ്റ് ആവാൻ വേണ്ടിയിട്ടൊന്നും ഈ ഒരു വിൻഡോയിൽ ആദ്യം നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്ന രീതിക്ക് നമുക്ക് പറയുന്നുണ്ട്. ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടാതെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കൺട്രോളിലല്ലാത്ത എന്തെങ്കിലും റീസൺസ് കാരണം നമ്മുടെ ചോറൂണ് നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ എമൗണ്ട് റീഫണ്ട് ചെയ്യപ്പെടുന്നതായിരിക്കുമെന്ന് നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട്സിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു വിൻഡോയിൽ കൺഫേം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബുക്കിങ്ങിലോട്ട് കയറാൻ പറ്റും. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ വീണ്ടും ഓപ്പൺ ആവും. ആ വിൻഡോയിലാണ് നമ്മൾ സിംഗിൾ ചൈൽഡിനാണോ ട്വിൻസിനാണോ നമ്മൾ ചോറൂണ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. നമ്മളെടുക്കുന്ന ഡേറ്റ്, ഏത് ഡേറ്റിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നമ്മളിപ്പോൾ സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ ഒരാളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ടാബും 2 കുട്ടികളുടേതാണെങ്കിൽ അതിനുള്ള ടാബും ഓപ്പൺ ആയി വരും. ഇനി ഡേറ്റ് എടുക്കുമ്പോഴത്തേക്കും കഴിവതും വീക്ക് ഡേയ്സ് എടുക്കുക. വീക്കെൻഡ്സ് നല്ല തിരക്കുണ്ടായിരിക്കും. തിരക്ക് കുറഞ്ഞ ദിവസങ്ങൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ കുഞ്ഞു മക്കളെയും കൊണ്ട് വരുന്നതാണ്. സോ നമുക്ക് വേണ്ട ഡേറ്റ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ളതിൽ നമ്മുടെ സ്ലോട്ട്സ് ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം ഏത് ഡേറ്റ് ആണോ ചൂസ് ചെയ്യുന്നത് അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ടൈമാണ്. രാവിലെ 5 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ ചോറൂണ് നടത്തപ്പെടും. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം ഏതാണോ ആ സമയം ക്ലിക്ക് ചെയ്യുക. 5 മണി, 6 മണി, 7 മണി അങ്ങനെ 12 മണി വരെയുള്ള സ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ആ സമയത്തായിരിക്കണം നമ്മളവിടെ എത്തേണ്ടത്. സോ ഇപ്പോൾ ഒരു കുട്ടിയുടേതായതുകൊണ്ട് തന്നെ 100 രൂപയാവുന്ന ഇവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വരും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുട്ടിയുടെ പേര്, ജെൻഡർ, അവരുടെ നക്ഷത്രം ഏതാണെന്നുള്ളത് കൂടി നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണോ നമ്മുടെ നക്ഷത്രം അതുകൂടി നമ്മളിവിടെ കൊടുക്കുക. അതിന് താഴെ തന്നെ നമുക്ക് പാരൻസിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാൻ പറ്റും. അവരുടെ ഫുൾ നെയിം, റിലേഷൻ എന്താണ്, നമ്മൾ പിന്നെ ഇവിടെ ഒരു ID പ്രൂഫ് കൂടി കാണിക്കേണ്ടതായിട്ടുണ്ട്. ID പ്രൂഫ് ഏത് ടൈപ്പാണോ നമ്മൾ കൊണ്ടുവരുന്നത് ആ പ്രൂഫിൻ്റെ ടൈപ്പ് നമ്മളവിടെ സെലക്ട് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ സൈഡിൽ ID പ്രൂഫ് നമ്പർ എന്ന് പറയുന്ന ആ വിൻഡോ കൂടെ ഓപ്പൺ ആയിട്ട് വരും. സോ നമ്മളവിടെ നമ്പർ കൂടി ആഡ് ചെയ്യും 2 പേരുടെയും. ശേഷം നമുക്ക് താഴെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ഹെഡിങ് കാണാം. അവിടെ 5 പിക്ചേഴ്സാണ് ആവശ്യമെങ്കിൽ 100 രൂപയും 10 പിക്ചേഴ്സ് ആണെങ്കിൽ 200 രൂപയുമാണ് അവർ പറയുന്നത്. നമുക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ എമൗണ്ട് നമ്മൾ കൊടുക്കുക. അടുത്തത് നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റൻഡിങ് ചോറൂണ്. എത്ര പേരാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കൊടുക്കാം. മാക്സിമം 20 പേര് അലൗഡാണ്. 10 വയസ്സിന് മേലെയുള്ള 20 പേരെ നമുക്ക് അക്കമ്പനി ചെയ്ത് പോകാവുന്നതാണ്.
സോ നമ്മളിപ്പോൾ 200 എമൗണ്ട് ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ ടോട്ടൽ എമൗണ്ട് 300 വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഐ അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചതിന് ശേഷം ഐ അഗ്രി കൊടുത്ത് ആഡ് ടു വിഷ് ലിസ്റ്റ് കൊടുക്കുക. സോ അത്രയേ ഉള്ളൂ. ആഡ് ടു വിഷ് ലിസ്റ്റ് കൊടുത്ത് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഫോർ ടുഡേ സെഷൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.